21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 13. എൻ്റെ സുഹൃത്തിനെ 13-ാം ദിവസത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഹവായിയൻ ദ്വീപിലെ ആളുകൾ പിന്തുടരുന്ന ഒരു ജീവിത രീതിയാണ്. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്ന വെറും 4 വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ ഈ മെത്തേഡിന് അവർ വിളിക്കുന്ന പേരാണ് ഹോ ഒപ്പോ നൊപ്പോനോ മെത്തേഡ് എന്ന്. ഇതൊരു ഹീലിംഗ് പ്രയറായും നമുക്ക് ഉപയോഗിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ രസകരമായി നമുക്കിത് പ്രാക്ടീസ് ചെയ്യാനാകും. ഒരു പ്രാർത്ഥന പോലെ മനോഹരമായ ഇതിനു വേണ്ടി ദിവസം 4 മിനിറ്റ് മാത്രം നിങ്ങൾ മാറ്റിവെച്ചാൽ മതി. പലപ്പോഴും ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, നീരസം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഉള്ളതുകൊണ്ട്. ഇത്തരം നെഗറ്റീവ് ഫീലിങ്സ് മനസ്സിൽ കൊണ്ടു നടന്നാൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഏറെ സമയമെടുക്കും. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കാനും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേഗത്തിൽ സഫലമാക്കാനും വേണ്ടി നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ഹീലിംഗ് മെത്തേഡ് കൂടിയാണ്. എങ്ങനെയാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ 4 മന്ത്രങ്ങൾ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു, ഇങ്ങനെ പറയുന്ന ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് ഏരിയയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഐ എം സോറി, ഞാൻ ഖേദിക്കുന്നു, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, താങ്ക് യു, നന്ദി. ഇങ്ങനെ ഹൃദയത്തിൽ ഫീൽ ചെയ്ത് ആത്മാർത്ഥതയോടെയാണിത് പറയേണ്ടത്. വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിൽ പറയുന്ന വാചകങ്ങൾക്ക് ആഴത്തിൽ അർത്ഥമുണ്ട്. ഞാൻ ഖേദിക്കുന്നു. ഇവിടെ നാം നമ്മുടെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എത്താൻ വിലങ്ങ് തടിയായി നിന്നും നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെ തിരിച്ചറിയുകയും അവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, പണം കയ്യിലെടുത്ത് നിങ്ങൾ ആദ്യത്തെ വാചകമായ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പണം കിട്ടിയപ്പോൾ നാം എപ്പോഴെങ്കിലുമൊക്കെ അതിന് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനെ ബഹുമാനിക്കാതെയും അശ്രദ്ധയായിട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. അതിലാണ് നാം ഖേദം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മണി ഏരിയയിലാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ ഒരു കറൻസി നോട്ടെടുത്ത് നെഞ്ചത്ത് കൈവച്ച് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു, അതായത് ഞാൻ ഖേദിക്കുന്നു, ഞാനിത് എവിടേക്കെങ്കിലും അലക്ഷ്യമായി ഇട്ടിട്ടുണ്ടെങ്കിൽ, പണത്തിനെ തല്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ എം സോറി എന്ന് പറയുന്നത്. അതിനുശേഷം നാം ക്ഷമ ചോദിക്കുന്നു, പ്ലീസ് ഫോർഗീവ് മീ. അതായത് നിങ്ങളോട് തന്നെയും ഈ പ്രപഞ്ചത്തോടും പണത്തിൻ്റെ കാര്യമെടുത്താൽ നാം പണം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ശപിച്ചുകൊണ്ട് പണത്തെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പണത്തോട് ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെയും പറയാം. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയാം. ഓക്കെ, നാം ക്ഷമ ചോദിക്കുകയാണ്. ഈ ബന്ധം ഇങ്ങനെ വഷളാവാൻ കാരണം എൻ്റെ മിസ്റ്റേക്കാണ്, ആ സാഹചര്യമാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ. അതേപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. അതിനുശേഷം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നാം മണിയുടെ കേസിലെടുക്കുമ്പോൾ പണത്തോട് പറയുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും പണം ആവശ്യമാണ്. പ്രണയിനിയോട് പറയുന്നത് പോലെ നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്ന് പണത്തോട് പറയുന്നത് പോലെ. ഓക്കെ, ഇത് എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പണം എടുത്തു വെച്ച് ചെയ്യാം. റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ബന്ധം നോക്കി നമുക്കിത് പറയാം. കരിയറിലാണെങ്കിൽ പറയാം. എല്ലാ ഏരിയയിലും ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. അടുത്ത വാക്കാണ് താങ്ക് യു. അവസാന വാചകമായി നാം നന്ദി പറയുന്നു. എന്തിനാണ് നാം നന്ദി പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി എപ്പോഴും കൂടെ നിന്നതിന് നന്ദി പറയുക. കൂടാതെ ഇനിയുള്ള ജീവിതയാത്രയിലെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ നമുക്ക് മുൻകൂട്ടി നന്ദി പറയാം. ഇങ്ങനെ പണത്തിന് നമുക്ക് നന്ദി പറയാം. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കതിനെ പറയാം. ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ആ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ട് ഹോ ഒപ്പനോ പ്രെയർ നമുക്ക് യൂസ് ചെയ്യാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഫീലിങ്സ്, ആ വിഷമം, അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഹോ ഒപ്പനോ പ്രെയർ യൂസ് ചെയ്യാവുന്നതാണ്.
വളരെ രസകരവും എന്നാൽ വെറും 4 മിനിറ്റുകൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതുമായ ഹോ ഓപ്പനോപ്പനോ രീതി എൻ്റെ ഈ ബൃഹത് സുഹൃത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സമ്പത്തും ആരോഗ്യവും സമാധാനവും എല്ലാം ആകർഷിക്കാൻ സഹായിക്കുന്ന ഹവായിയൻ രീതിയാണിത്. ഓക്കെ, പണം എന്നത് ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിവിടെ എടുത്തത്. പണത്തിന് വേണ്ടി മാത്രമല്ല, നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് ആരോഗ്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ വളരെ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അസുഖമുള്ളത് ആ അസുഖത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഐ എം സോറി, അതായത് ഐ എം സോറി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാൽ, ഞാൻ എൻ്റെ ശരീരത്തെ നോക്കിയില്ല. ഐ താങ്ക് യു, എനിക്ക് തിരിച്ചറിവ് തന്നതിന്. ഐ ലവ് യു എന്ന് പറയാം. അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലായി, കാരണം എൻ്റെ ശരീരത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് വേണമെങ്കിൽ ഹോപ്പനോപ്പനോ ചെയ്യാം. ആദ്യം നമ്മൾ എന്താണോ അവിടെ വെക്കുന്നത് അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു, ഇങ്ങനെ 108 തവണ ഒരു ദിവസം ചൊല്ലുക. അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. വണ്ടർഫുൾ ടെക്നിക്കാണ് ഹോ ഓപ്പനോപ്പന. അപ്പോൾ എല്ലാവരും ഹോ ഓപ്പനോപ്പന യൂസ് ചെയ്യുക. ഹോ ഓപ്പനോപ്പനയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇതിനു മുൻപേയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.